ആയിട്ടൊക്കെയാണ് വരുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആഹ് എന്തെങ്കിലും സംഭവിക്കോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേഞ്ചറോ അല്ലെങ്കിൽ ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഓടണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫൈറ്റ് ചെയ്യണോ, അതെല്ലാം അവർക്ക് റാപ്പിഡ് ആയിട്ട് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. പക്ഷെ ഇപ്പോ ഈ വേൾഡ് മാറിയപ്പോ ഈ ഒരു സെയിം സിറ്റുവേഷൻ ആണോ നമ്മുടെ ഒരു ജനറേഷൻ കടന്നത്? ഒരിക്കലും അല്ല. നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എല്ലാം ഇസ് ദെയർ അറ്റ് ദ എഡ്ജ് ഓഫ് യുവർ ഫിംഗർ ടിപ്സ്. കിട്ടുന്നുണ്ടോ? സൊമാറ്റോ, സ്വിഗ്ഗി, എവറിത്തിങ് ഇസ് അവൈലബിൾ. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു സമയത്ത് നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുന്നത് നമ്മുടെ വേ ഓഫ് ലൈഫിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള്, നമ്മുടെ എക്സ്പെക്ടേഷൻ, അത് നമ്മളിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ളവര് നമ്മുടെ തലയിൽ പ്ലേസ് ചെയ്യേണ്ട എക്സ്പെക്ടേഷൻസ്, അത് നമ്മളെ പെർസീവ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമുക്കുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രഷർ ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റിസിപ്പേറ്റഡ് പെർസീവ്ഡ് അല്ലെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിയർ ആണ് ആങ്സൈറ്റി. അതായത് സിറ്റുവേഷൻ നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ നടക്കാം നടക്കാതിരിക്കാം, അതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, ടെൻഷൻ ആവുക, ഫിസിയോളജിക്കൽ ചേഞ്ചസ്, തോട്ട്സിൽ ചേഞ്ചസ് വരാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഫസ്റ്റ് കേസിൽ, അതായത് എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് സംഭവിക്കാൻ പറ്റുന്നത്, വേർസ്റ്റ് കേസ് സിനാരിയോ, അതിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, എന്താണ് മോശമായി, ദ പീക്ക് ലെവൽ എന്ത് അതാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആങ്സൈറ്റി നമുക്ക് മനസ്സിലായി. പെർഫോമൻസ് ആങ്സൈറ്റി എന്താണ്? ഈ നെയിമിലുള്ള പോലെ തന്നെ നമ്മൾ ആരുടെയെങ്കിലും ഫ്രണ്ടിൽ അറിയാവുന്ന കാര്യമാവാം, അറിയാൻ പാടില്ലാത്ത കാര്യമാവാം, എന്താണെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും ഫ്രണ്ടിൽ വെച്ചത് പെർഫോം ചെയ്യേണ്ടി വരുമ്പോ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ പെർഫോം ചെയ്യും, അത് എങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ തലയിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫിയർ, വറി വരുന്നതാണ് പെർഫോമൻസ് ആങ്സൈറ്റി. അതായത് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെ കളിയാക്കില്ലേ, അവരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള നെഗറ്റീവ് ജഡ്ജ്മെന്റിന് നമുക്ക് പേടി ഉണ്ടാവും, ഫിയർ ഓഫ് എംബാരസ്മെന്റ് ഉണ്ടാവും, അങ്ങനെയെല്ലാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും, അതായത് കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ഡിസിഷൻസോ അല്ലെങ്കിൽ എന്ത് നല്ലതാന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്താലും അതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് അയ്യോ തെറ്റാണ് എന്നായിരിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുക. ഓക്കെ, അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തോ എന്നുള്ള ഭയമുണ്ട്, ആൾക്കാരെ ജഡ്ജ് ചെയ്യോ എന്നുള്ള ഭയമുണ്ട്, അതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് കോൺഷ്യസ് ആക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ടെസ്റ്റ് ആങ്സൈറ്റി അല്ലെങ്കിൽ എക്സാം ആങ്സൈറ്റി എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആങ്സൈറ്റി ആണ്. നമ്മളിപ്പോ എക്സാമിന് മുന്നേ ഒക്കെ നമുക്ക് ചിലപ്പോ വയറുവേദന എടുക്കുക, അങ്ങനത്തെ ഒക്കെ വരുന്നത് ഒരു പെർഫോമൻസ് ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. അപ്പോ ഈ എല്ലാ എന്തെങ്കിലും പെർഫോമൻസ്, എന്തെങ്കിലും ഇവന്റിന്റെ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് വരുന്ന ആങ്സൈറ്റി എല്ലാം അല്ലെങ്കിൽ റിസ്ക് എല്ലാം നമുക്ക് മോശമാണ് അല്ലെങ്കിൽ വരാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്, എന്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ലെവൽ ഓഫ് ആങ്സൈറ്റി എന്തായാലും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ മര്യാദക്ക് ആ ഒരു ടാസ്ക് മര്യാദക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആങ്സൈറ്റി ആണ് അത്. അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രെസ് എന്ന് പറയാം. അതേപോലെ ഈ ഒരു ആങ്സൈറ്റി കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ഈ സ്ട്രെസ് റെസ്പോൺസ് കൂടി വരുമ്പോൾ നമുക്കത് ഭയങ്കര ഓവർവെൽമിംഗ് തോന്നും. ഓക്കെ, ആ ഒരു സമയത്ത് ആ ഒരു സ്ട്രെസ് ഡിസ്ട്രെസ് കൺവേർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് കണ്ടുപിടിക്കാം. ബാലൻസിലാണ് ലെവൽ ഓഫ് പെർഫോമൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു റോബർട്ട് ഒരു സൈക്കോളജിസ്റ്റും ജോൺ ഡോഡ്സ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റും ഒരു സ്റ്റഡി നടത്തി. ഓക്കെ, എന്തിലായിരുന്നു സ്റ്റഡി? അവർ സ്റ്റഡി ചെയ്തത് പെർഫോമൻസിലും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫിസിയോളജിക്കൽ, കോഗ്നിറ്റീവ്, എന്ത് ടൈപ്പ് ഓഫ് അറൗസൽ ആയിക്കോട്ടെ, ഫിയർ, എക്സൈറ്റ്മെന്റ്, അങ്ങനെയാണ് പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും റിലേഷൻഷിപ്പ് അതിൽ തമ്മിലുണ്ടോ, അതൊക്കെയാണ് അവര് സ്റ്റഡി ചെയ്തത്. സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗസൽ കൂടിക്കഴിയുമ്പോൾ ഈ ഫിയറും എക്സൈറ്റ്മെന്റും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസും അതോടൊപ്പം തന്നെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു പീക്ക് ലെവൽ പെർഫോമൻസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അറൗസൽ പിന്നെയും കൂടുവാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും അതിലുണ്ടാവണം.
ഓക്കെ, അതായത് അറൗസൽ ഒരു ഒപ്റ്റിമം ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, അറൗസൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് താഴെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇതൊരു യു ഷേപ്പിൽ, അതായത് ഇൻവേർട്ടഡ് യു ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ലോ അറൗസലാണ് അപ്പൊ നല്ലത്, അല്ലെങ്കിൽ അത്രയും ഹൈ അറൗസലിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ലോ അറൗസലാണ് ഇനി വരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്കിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോവാൻ ചാൻസസ് കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ നമ്മുടെ പെർഫോമൻസിന് അത് എഫക്റ്റ്, പെർഫോമൻസ് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അന്ന് ഈ ഒരു അറൗസൽ എന്നാൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റിയിലോട്ട് അതിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് അത് ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് പെർഫോമൻസും ഒപ്റ്റിമം ലെവൽ ഓഫ് അറൗസലാണ് നമുക്ക് ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടതെന്നാണ് കോൺസിനും. ഓക്കെ, അപ്പൊ ഒരാൾക്ക് ആണ്, അല്ലെങ്കിൽ ആൾക്ക് ഒരു ആങ്സൈറ്റിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലൂടെ ആണ് ആൾ കടന്നു പോകുന്നേ എന്ന് മനസ്സിലാക്കാനായിട്ട് ഡിഫറെന്റ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സിംറ്റംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, പിന്നെ ബിഹേവിയറൽ സിംറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ സിംറ്റംസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിൽ ഫിസിയോളജിക്കലി, അതായത് ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പിക്ചർ നോക്കിയ ഒരാള് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അയാളുടെ ഫേസ് ഭയങ്കര റെഡ് ആണ്, കൈ ഷിവർ ചെയ്യുന്നുണ്ട്, സ്വെറ്റി ഹാൻഡ്സ് ആണ്, റാപ്പിഡായിട്ട് ഹാർട്ട് ബീറ്റ് വരുന്നു, സംസാരിക്കുമ്പോൾ മൗത്ത് ട്രെംബിൾ ചെയ്യുന്നുണ്ട്, വോയിസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റട്ടർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന സിംറ്റംസ് ഓഫ്, അതായത് ഫിസിയോളജിക്കൽ സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. എന്തൊക്കെയാണ് കോഗ്നിറ്റീവ് സിംറ്റംസ്? കോഗ്നിറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് കോഗ്നിഷൻസ് ആണ്, അതായത് നമ്മുടെ തലയിലോട്ട് കയറി വരാൻ പറ്റുന്ന ചിന്തകൾ. ഓക്കെ, ഈ എന്തെങ്കിലും സിറ്റുവേഷന്റെ സമയത്ത്, എന്തെങ്കിലും ട്രിഗറിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ തലയിലോട്ട് റാപ്പിഡ് ആയിട്ട് കയറി വരുന്ന തോട്ട്സിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് തോട്ട്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ വി വാണ്ട് മോർ അബൌട്ട് കോഗ്നിഷൻസ് ആൻഡ് അതർ തിങ്സ് റിലേറ്റഡ് ടു ഇറ്റ്. ഓക്കെ, കോഗ്നിറ്റീവ് സിംറ്റംസിന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പൊ നമ്മൾ എന്താണ്, കോഗ്നിറ്റീവ് സിംറ്റംസ് വന്നു, ഫിസിയോളജിക്കൽ സിംറ്റംസ്. അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും ആക്ട് ചെയ്യേണ്ടി വരും. അതാണ് ആക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയറൽ സിംറ്റംസ്. ബിഹേവിയറൽ സിംറ്റംസ് എന്തൊക്കെ നമുക്ക് വരാം? നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. നാളെ ഒരു പ്രസന്റേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യാം, ഓക്കെ ഹൗ ടു അവോയ്ഡ് ഇറ്റ്. ടീച്ചറിനെ വിളിച്ച് പറഞ്ഞാലോ, നമുക്ക് വയ്യെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് അതൊന്ന് രക്ഷപ്പെട്ടാലോ, അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പിന്നെയാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക, അതായത് പിന്നത്തേക്ക് മാറ്റി മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് ആണ് കൂടുതൽ ഇത് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി റീഅഷുറൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഒപ്പമുണ്ടെങ്കിൽ ആളുടെ വിദ്യയാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുക, എന്ത് കുഴപ്പമുണ്ടോ, ശരിയാവോ, ഞാൻ തെറ്റ് വരുത്തോ, കുഴപ്പമുണ്ടാവോ, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ബിഹേവിയറൽ സിംറ്റംസിന്റെ അടിയിൽ വരുന്നതാണ്. പിന്നെ ചിലവരെ നമ്മൾ ഈ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ പേസ് ചെയ്ത് റൂമിലെ ഓരോ സൈഡിലോട്ട് നടക്കുക, അല്ലെങ്കിൽ ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അണുങ്ങിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം ബിഹേവിയറൽ സിംറ്റംസിന്റെ അടിയിൽ വരും. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ 3 സിംറ്റംസ് ഓഫ് ആങ്സൈറ്റി. ഇനി നമ്മൾ ഇതിന്റെ അനാറ്റമിയാണ് നോക്കാൻ പോകുന്നത്. വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ പെർഫോമൻസ് ആങ്സൈറ്റി? ഓരോരുത്തരുടെ ഉള്ളിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് പറഞ്ഞത് ഇൻ ഓൾ സ്പെക്ട്രം, അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസ് എന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാ പെർഫോമൻസ് ആൻസൈറ്റി തുടങ്ങുന്നത് എന്തിലാണ്? ഒരു ട്രിഗർ അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ സിറ്റുവേഷൻസ് ആവാം? അത് എക്സാം ആവാം, ഇന്റർവ്യൂ ആവാം, ഓഡിഷൻ ആവാം, ഇറ്റ് കുഡ് ബി എനിത്തിങ്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. നമ്മൾ എന്താണോ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് എന്ത് വേണമെങ്കിലും ആവാം നമുക്ക് ട്രിഗർ ആയിട്ട് പോസ് ചെയ്യുന്നത്. ഓക്കെ, ട്രിഗർ ആയിട്ട് നമുക്കൊരു സിറ്റുവേഷൻ വന്നു, അപ്പൊ നമ്മൾ പേഴ്സണൽ ലെവലിൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതെന്താണ്, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ആ ട്രിഗറിനെ. അതാണ് നമ്മൾ കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഈ കോഗ്നിറ്റീവ് അപ്രൈസൽ 2 ലെവലിലുണ്ട്. പ്രൈമറി രീതിയിൽ അപ്രൈസൽ സംഭവിക്കാം, സെക്കൻഡറി രീതിയിൽ അപ്രൈസൽ സംഭവിക്കാം. അപ്പോൾ പ്രൈമറി ലെവൽ ഓഫ് അപ്രൈസൽ നമ്മൾ ചെക്ക് ചെയ്യും, ഓക്കെ ഇത് ത്രെറ്റ് ആണോ, ഇത് ഹാംഫുൾ ആണോ എനിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ, ഇത് ചലഞ്ച് ആണോ, ഒരു ഓപ്പർച്യൂണിറ്റി ആണോ, അത് നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. ഓക്കെ, അപ്പോൾ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളുകൾക്ക് എന്തായിരിക്കും ഇത് തോന്നുന്നത്? ഓക്കെ ഇത് ഹാർംഫുൾ ആണ്,
എനിക്ക് എതിരായിട്ട് സംഭവിക്കുന്ന എന്തോ ഒരു സാധനമാണ്, ഡേഞ്ചറസ് ആണെന്നായിരിക്കും ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് തോന്നാം. ഓക്കെ. അത് എന്നിട്ട് നമ്മൾ സെക്കൻഡറി അപ്രൈസലിലോട്ടാണ് പോകുന്നത്. സെക്കൻഡറി അപ്രൈസൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ചെക്ക് ചെയ്യും, എനിക്കിത് തരണം ചെയ്യാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ, എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, സ്കിൽസ് ഉണ്ടോ, ഇതെല്ലാമാണ് സെക്കൻഡറി അപ്രൈസലിൽ മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പൊ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അവര് അവരുടെ കഴിവുകളെ കൺട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത്, അയ്യോ എനിക്കൊന്നും പറ്റില്ല, എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇറങ്ങി വരാൻ പറ്റില്ല, ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായിരിക്കും, എനിക്ക് ആരും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു തോട്ട്സ് ആയിരിക്കും അപ്പോ അയാളുടെ തലയിലൂടെ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും അവർ ആ ഒരു സിറ്റുവേഷന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇവാലുവേഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഫിയർ വരും. ഓക്കെ. അപ്പൊ ഫിയർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫിയർ സ്റ്റേഷൻ, അതായത് ബ്രെയിനിലുള്ള അമിഗ്ഡല ആക്ടിവേറ്റഡ് ആവും. ഇപ്പൊ അമിഗ്ഡല ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൈപ്പോ തലാമസിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഹൈപ്പോ തലാമസ് എന്തിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്, അതായത് നമ്മുടെ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റെസ്പോൺസ് സിസ്റ്റത്തിനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, എന്തെങ്കിലും ആനിമൽസ് നമ്മൾ ആക്രമിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? അപ്പൊ തന്നെ നമുക്ക് സ്വെറ്റിംഗ് വരും, ടെൻഷൻ വരും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറെ ഫിസിക്കൽ സിംറ്റംസ് വരും. അതാണ് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഇത് ശരിക്കും എന്ത് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംപറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആയ എന്നാലും കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ ആണ് ഇപ്പൊ നമ്മുടെ ബോഡിയിലോട്ട് വിടുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ചസ്, ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരും. അപ്പോ ശരിക്കും എന്താണ്, നമ്മുടെ ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള പ്രശ്നമൊന്നുമല്ല ഇത്. നമ്മുടെ ബോഡി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബോഡി സർവൈവലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, ഈ ഫിസിക്കൽ സിംറ്റംസ്. അപ്പൊ ഒരു ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് ഇതൊക്കെ എന്താണ് വിചാരിക്കണം, അയ്യോ തീർന്നു, എന്തും എനിക്ക് സംഭവിക്കാൻ പോവാണ്, ഞാൻ മരിക്കാൻ പോവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും അവർക്ക് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ തോന്നുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് എഫക്ട്സ് വരും. ഓക്കെ, ഞാൻ എങ്ങനെയാണ് ഇരിക്കണേ, ഞാൻ തെറ്റ് വരുത്തുന്നുണ്ടോ, ഞാൻ എല്ലാം ആയിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോഗ്നിറ്റീവ് സിംറ്റംസ് അവിടെ വരും. ഓക്കെ. അപ്പൊ കോഗ്നിറ്റീവ് സിംറ്റംസ് വന്നത്തേക്ക് എന്താണ് സംഭവിക്കണേ? നമ്മുടെ ഇമോഷൻസിൽ ചേഞ്ചസ് വരും, സങ്കടം, ദേഷ്യം വരും, വിഷമം വരും. എന്താണ് സംഭവിക്കണേ? എന്താണ് എംബാരസ്മെന്റ്, ഷെയിം, അതെല്ലാം വന്നുകൊണ്ടിരിക്കും. അത് വരുമ്പോൾ പിന്നെ നമ്മൾ ആങ്സൈറ്റിയുടെ ലൂപ്പിലോട്ട് പിന്നെയും അകത്തോട്ട് പോവുകയാണ് ചെയ്യണത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് സിംറ്റംസ് കഴിഞ്ഞു, ഫിസിക്കൽ സിംറ്റംസ് കഴിഞ്ഞു, നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ബിഹേവിയറൽ റെസ്പോൺസ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഇറങ്ങി ഓടാം. എങ്ങനെയാണ് നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് പിന്നത്തോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, അപ്പോഴേക്കും ടീച്ചർ നോക്കാതിരിക്കും, താഴോട്ട് നോക്കിയിരിക്കും, അപ്പൊ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കാം. ഇതെല്ലാമാണ് നമ്മുടെ ബിഹേവിയറൽ രീതിയിലുള്ള ആക്ഷൻസ് അപ്പൊ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ആക്ഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിങ്ങിലൂടെ പോകും. അതായത് ഇപ്പോ നമ്മൾ പെർഫോം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കുറച്ചേരം ഇരുന്ന് ആങ്സൈറ്റി ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് പോയിട്ടില്ല, പക്ഷെ ഒന്ന് ഇരുന്നൊക്കെ വരുമ്പോഴേക്കും ആലോചിക്കും, പക്ഷെ ഞാൻ എന്ത് പണിയാണ് കാണിച്ചത്, ഐ സൗണ്ടഡ് റിയലി ഓഫുൾ, ഐ ടോക്കിംഗ് അബൌട്ട്, അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഷെയിമും ഗിൽട്ടും അതിൻ്റെ ഉള്ളിൽ നിന്നും ജനറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ നേരത്തെ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ നമുക്ക് അറിയാം ആൻസർ, പക്ഷെ ഇത് ഇനി എല്ലാവരും മുമ്പിൽ വെച്ച് പറയണ്ടേ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഐ കോണ്ടാക്ട് ഒക്കെ ചെയ്തവിട്ടിരിക്കും. കുറച്ചേരം കഴിയുമ്പോഴേക്കായിരിക്കും നമ്മളൊന്ന് പ്രോസസ് ചെയ്യണം, എന്ത് കുഡ് ഹാവ് ബീൻ ആൻ ഓപ്പർച്യൂണിറ്റി, കാരണം എനിക്കറിയാലോ എന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ, അത് മോശമായി പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അത് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഐ എം നോട്ട് എ ഗുഡ് പേഴ്സൺ, ഐ എം നോട്ട് എ ഗുഡ് പെർഫോമർ, അങ്ങനെയുള്ള രീതിയിലുള്ള തോട്ട്സ് എല്ലാം നമ്മൾ പിന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ. അപ്പോ മേളിൽ കൊടുത്താണ് ഈ ഒരു സൈക്കിൾ എങ്ങനെയാണ് ആ ഒരു ബിലീഫ് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് ഒക്കെ റീഎൻഫോഴ്സ്ഡ് ആവണേ, ആ ആങ്സൈറ്റി ലൂപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ആ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്, അതാണ് ഒരു സൈക്കിൾ മുകളിൽ കൊടുത്തേക്കുന്നത്. അപ്പോ ഈ കോഗ്നിഷൻ അല്ലെങ്കിൽ ആ തോട്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻഡ് ആവണേ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ റിജിഡ് ബിലീഫ് ആയിട്ട് ഇരിക്കണേന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഈ ബിഹേവിയർ, അതായത് ഒരു സിറ്റുവേഷനിൽ കാണിക്കുന്ന സെയിം ബിഹേവിയർ എന്തുകൊണ്ട് ഒരാള് ഇതുപോലെ തന്നെ സിറ്റുവേഷൻ വേറെ വരുമ്പോൾ കാണിക്കുന്നു?
ഇപ്പോ ക്ലാസ്സിൽ ഇപ്പൊ എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആങ്സൈറ്റി ഉള്ള ആളാണെങ്കിൽ അടുത്ത ദിവസം വരാതിരിക്കാനായിട്ട് എല്ലാ ചാൻസസും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം വെൻ ഹി ഓർ ഷീ ഗോസ് ടു ദ സെയിം സിറ്റുവേഷൻ ഹി വുഡ് ട്രൈ ടു ഡു ദ സെയിം തിങ് ഓൺലി. എന്തുകൊണ്ടാണത്? ഇപ്പോ നമ്മള് കുട്ടികളോട് ഇപ്പൊ പറയാണ്, ആ, ഈ ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാഫ് അവർ ഓഫ് സ്റ്റഡി ഞാൻ അവോയ്ഡ് ചെയ്ത് തരാന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ആ റൂം ക്ലീൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ബിഹേവിയർ കൂട്ടുന്നത്. ഇതിനെയാണ്, അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കുറയ്ക്കുമ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ബിഹേവിയർ, ഈ ഒരു ഇഷ്ടമല്ലാത്ത കാര്യം കുറക്കാൻ വേണ്ടിയിട്ട് ബിഹേവിയറിനെയാണ് നമ്മൾ റീഎൻഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പൊ ഒരു പ്രസന്റേഷനോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓഡിഷനോ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എങ്ങനെയൊക്കെ അവർ അവോയ്ഡ് ചെയ്തു. ടെമ്പററി ഒരു ആശ്വാസമാണ് കിട്ടണേ. ഓക്കെ, ഞാൻ കുറച്ച് ആശ്വാസം. നെക്സ്റ്റ് ടൈം ഇത് ഈ സെയിം കാര്യം വരുമ്പോഴേക്കും ആള് സെയിം തന്നെ ലെവലിലോട്ട് പോകും. അതായത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റിന്റെ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ടേം റിലീഫ് തരും, പക്ഷെ വീണ്ടും നമ്മൾ ഈ ലൂപ്പിലോട്ട് മെയിൻറ്റെയിൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ സൈക്കിൾ അഗൈൻ. ട്രിഗർ വരും, അതിൻ്റെ ഉള്ളിൽ നിന്ന് തോട്ടും പിന്നെ ഫിസിക്കലായിട്ടും ഫീലിങ്സ് ആയിട്ടും ആയിട്ടുള്ള ചേഞ്ചസ് വരും, പിന്നെ പുവർ പെർഫോമൻസ് വരും. അപ്പൊ എന്ത് വെച്ച് നമ്മള് നേരത്തെ ആലോചിച്ചുകൊണ്ടിരുന്നത്, അതായത് എന്നെ കൊണ്ടൊന്നിനും സാധിക്കുന്നില്ലല്ലോ, ഐ അല്ലെങ്കിൽ ഐ കാൻ ഡു ഇറ്റ് എന്നുള്ള നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന തോട്ട്സ് എല്ലാം നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. ഇതാണ് ആങ്സൈറ്റിയുടെ ആ ഒരു വിഷ്യസ് സൈക്കിൾ ദാറ്റ് ഗെറ്റ്സ് ക്രിയേറ്റഡ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് സൈക്കോളജിക്കൽ കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ട് ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിലോട്ട് നമ്മളെ വൾണറബിൾ ആക്കാനായിട്ട് കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പെർഫോമൻസ് ആങ്സൈറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജഡ്ജ്മെന്റിന് പേടിയുണ്ടെന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റ് വരുത്തി പോവോ എന്നൊക്കെ ഉള്ള പേടിയുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാവും. എക്സാക്ട്ലി. അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക് ആരെങ്കിലും മോശം പറയോ അങ്ങനെയുള്ള ഒരു ഫിയർ ഉണ്ടാവും. അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ പേടിയല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പെക്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ നല്ല രീതിയിൽ ഞാൻ എല്ലാം ചെയ്യണം എന്നുള്ള ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ഈ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ലൂപ്പിലോട്ട് കടക്കാൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളിലൊന്നും കോൺഫിഡൻസ് ഇല്ലാത്തവര്, അവർക്കും ഈ പറഞ്ഞ പോലെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ, ലോ കോൺഫിഡൻസ് ലെവലുള്ള ആളുകളും ഇതേപോലെ ഭയങ്കര കോൺഷ്യസ് ആവും ഇങ്ങനെ പെർഫോം ചെയ്യേണ്ട സമയത്തൊക്കെ. ഓക്കെ, പിന്നെ അത് കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിത്വത്തിന്റെ ഡിഫറൻസ് ആണ്. അതായത് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ ഓരോ പേഴ്സണാലിറ്റി ഉള്ള ആളുകളും ഓരോ സിറ്റുവേഷൻസിന് എടുക്കണ വേറെ വേറെ രീതിയിലാണ്. അപ്പോൾ ദ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ് ക്യാൻ ഓൾസോ മേക്ക് യു വൾണറബിൾ ആങ്സൈറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് ആങ്സൈറ്റി. ഐ ഹോപ്പ് whatever we have discussed now is clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു എന്താണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്തയിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒരു സ്ലൈഡോ ഒന്നും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ക്ലിയർ ആണ് ഇതുവരെ. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. നമ്മൾ ഈ ആങ്സൈറ്റീനെ എങ്ങനെ മാനേജ് ചെയ്യും, അതായിരിക്കും മിക്കവാറും നമ്മുടെ എല്ലാവരും തലയിൽ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും കുറെ പേരൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ത്രൂ എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് CBT വെച്ചിട്ട് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെർഫോമൻസ് ആങ്സൈറ്റീനെ മാനേജ് ചെയ്യാന്നാണ് അടുത്തത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോ ഈ ഒരു CBT അല്ലെങ്കിൽ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ 3 തരത്തിലുള്ള കോഗ്നിഷൻസ് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ആദ്യത്തെയാണ് കോർ ബിലീഫ്സ്. ഓക്കെ, രണ്ടാമത്തെയാണ് ഓട്ടോമാറ്റിക് തോട്ട്സ്, മൂന്നാമത്തെയാണ് കോഗ്നിറ്റീവ് ഇമോഷൻസ്. ഓക്കെ, അപ്പൊ കോർ ബിലീഫ് എന്താണ്? നമ്മുടെ ഉള്ളില് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയാണ് നമ്മൾ കോർ ബിലീഫ് എന്നത്.
അതായത് നമ്മളിപ്പോ നമ്മൾ ഓരോ ലെയർ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ കോറിലായിട്ട്, അതായത് ജസ്റ്റ് നമ്മുടെ സെന്ററിൽ, നമ്മുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെന്ററിൽ ആ ഒരു കോർ ബിലീഫ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കോറായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മുടെ കോർ ബിലീഫ്സ്. ഓക്കെ, ഇത് ഒറ്റയടിക്ക് ഫോം ചെയ്യണതോ അങ്ങനെയൊന്നുമല്ല, ഒരു ഓവർനൈറ്റിൽ ഫോം ചെയ്യണതോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഡെയിലി നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഇന്ററാക്ഷൻ വിത്ത് അതർ പീപ്പിൾ, എങ്ങനെയാണ് നമ്മൾ ഓരോ സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് അതിജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓഫ് സിറ്റുവേഷൻ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, കോഗ്നിറ്റീവ് നമ്മുടെ കോർ ബിലീഫ്സ് ഫോം ആവുന്നത്. ഓക്കെ, ഇപ്പോ കോർ ബിലീഫ്സ് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓട്ടോമാറ്റിക് തോട്ടാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രിഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ തലയിലോട്ട് അൺകൺട്രോളബിൾ ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരുന്ന റാപ്പിഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സ് ആണ് ഓട്ടോമാറ്റിക് തോട്ട്സ്. അതായത് അയ്യോ എന്ത് ചെയ്യും, അവരെന്നെ എന്തെങ്കിലും വിചാരിക്കില്ലേ, അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്ന തോട്ട്സിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ? കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക് തോട്ടാന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനെ അനലൈസ് ചെയ്യണേ, ഇറാഷണൽ ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതായത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ അനലൈസ് ചെയ്യണ വേസ് ആണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഡിസ്റ്റോർഷൻ ഉണ്ട്. നമ്മൾ മിക്കവരും യൂസ് ചെയ്യണ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഓരോ തവണ വരുമ്പോഴും നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ തലയിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യണ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആദ്യത്തെ കാറ്റസ്ട്രഫൈസിങ് ആണ്. ഇപ്പൊ എല്ലാ ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കും നമ്മൾ പറഞ്ഞിരുന്നു തിങ്കിങ് അല്ലെങ്കിൽ എക്സ്പെക്ടിങ് ദ വേർസ്റ്റ് പോസിബിൾ സെനാരിയോ ആണ് നടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ കാറ്റസ്ട്രഫിലും നമ്മൾ എന്താ വിചാരിക്കണേ, ഓക്കെ ഞാൻ തെറ്റ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ജയിക്കാനേ പോകുന്നില്ല, അല്ലെങ്കിൽ ഓക്കെ ഞാനൊരു തെറ്റ് വരുത്തി എക്സാമിന് തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിയൊന്നും കിട്ടില്ല, ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഫെയിലിയർ ആയി, എനിക്ക് ജീവിതത്തിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വേർസ്റ്റ് പോസിബിൾ സിനാരിയോനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും, കാറ്റസ്ട്രഫൈസിങ്. മൈൻഡ് റീഡിങ് എന്താണ്? മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതായത് ഇപ്പോ ആൾക്കാര് ഞാൻ മണ്ടനാന്നാണ് വിചാരിച്ചേക്കണേ, അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ സ്റ്റുപ്പിഡാന്നാണ് വിചാരിച്ചേക്കണേ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കതിന് കഴിവൊന്നുമില്ലെന്ന്, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള മൈൻഡ് റീഡിങ്, അതായത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെയൊക്കെ മൈൻഡ് നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഉള്ളതാണ് ഫോർച്യൂൺ ടെല്ലിംഗ്. ഈ മൈൻഡ് റീഡിംഗ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ മൈൻഡ് റിലേറ്റഡ് അല്ല, പക്ഷെ എന്താണ് ഫ്യൂച്ചർ റിലേറ്റഡ് ആണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയിൽ എന്ത് സംഭവിക്കും, അതെല്ലാം നമുക്കെതിരെ ആയിരിക്കും. പക്ഷെ അതായത് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഞാൻ ബ്ലാങ്ക് ഔട്ട് ആവും, അല്ലെങ്കിൽ ഞാൻ തലറിങ്ങി വീഴും, അങ്ങനെയൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ഓർ നത്തിങ് തിങ്കിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. ഒരു കണ്ടിന്യൂത്തിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ഈ അറ്റത്ത്, ഇതിന് മിഡിലൊന്നും ഇല്ല. ഓക്കെ, അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ഐ എം എ ടോട്ടൽ ഫെയിലിയർ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. ഓക്കെ, അടുത്തത് ഓവർ ജനറലൈസേഷൻ ആണ്. ഇപ്പൊ ഏതെങ്കിലും സമയത്ത് ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തി, ഇപ്പൊ എന്താണ് ഞാൻ പറയുവാണ്, ഇനി ഞാൻ ഒരു മിസ്റ്റേക്ക് വരത്തില്ല, ഇനി എല്ലാ സാഹചര്യത്തിലും, ഇനി ഇങ്ങനത്തെ എല്ലാ സാഹചര്യത്തിലും ഞാൻ മിസ്റ്റേക്കേ വരുത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷനിൽ ഒരു നടന്നു, അപ്പൊ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ആയിരിക്കും എന്ന് ജനറലൈസ് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഷുഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നമ്മളോട് തന്നെ പറയണം ഞാൻ നല്ല കുട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതുപോലെ പെർഫോം ചെയ്യണം, ഞാൻ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ റിജിഡ് എക്സ്പെക്ടേഷൻ വെക്കും. എന്നിട്ട് വീൽ ട്രൈ ടു മീറ്റ് അപ്പ് ദോസ് എക്സ്പെക്ടേഷൻ. പക്ഷെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് താഴോട്ട് വീണ പോലെ തോന്നും. ഓക്കെ, മെന്റൽ ഫിൽട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടർ ചെയ്യും. നല്ല കാര്യങ്ങളൊന്നും ഓർക്കില്ല, എന്ത് ചെയ്യും, ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തി കാണിക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ ഓർത്തെടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാത്രമായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഡ്രൈവ്സ് ആങ്സൈറ്റി.
അപ്പോ ഈ ഒരു കോർ ബിലീഫ്, അതായത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രോങ് ബിലീവ്സും പ്ലസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യണതിന്റെ ആ ഒരു ഇറാഷണൽ രീതിയും നമ്മുടെ എന്തിനെ എഫക്ട് ചെയ്യുന്ന ഓട്ടോമാറ്റിക് തോട്ട്സിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് സിറ്റുവേഷൻ. ഇപ്പോ നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവാണ്. അപ്പോൾ നമ്മുടെ തലയിലോട്ട് എന്തൊക്കെ വരും? ജസ്റ്റ് ഇമാജിൻ, ആസ് ഇൻ ട്രൈ ടു ഇമാജിൻ, ആസ് ഇൻ നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കുക. ആ ഒരു സമയം നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്ത് ആ വണ്ടിയിൽ കയറി പോവാണ്, പോലീസിന്റെ സൈഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോവാണ്. അപ്പൊ നമ്മുടെ തലയിൽ എന്തൊക്കെ വരാം? ഓക്കെ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ ആ എക്സാമിനർ അല്ലെങ്കിൽ ആ പോലീസ് വിചാരിക്കും ഞാൻ മണ്ടനാണ്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ തലയിൽ പോകുന്നത്. വൺ ഓഫ് ദ ഓട്ടോമാറ്റിക് തോട്ട്സ്. കുറെ തരത്തിലുള്ള ഓട്ടോമാറ്റിക് തോട്ട്സ് നമ്മുടെ തലയിൽ പോകും. ഐ എം ജസ്റ്റ് വൺ ഓഫ് ദ മെനി. ഓക്കെ, അപ്പോ നമ്മുടെ തലയിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ പല രീതിയിൽ അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഞാൻ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ലൈസൻസ് എനിക്ക് കിട്ടില്ല, ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല, കാർ ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ കാറ്റസ്ട്രഫൈസ് ചെയ്ത്, അതായത് വേർസ്റ്റ് പോസിബിൾ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. പിന്നെന്താണ്, ഇതിന്റെ ഉള്ള ഓട്ടോമാറ്റിക് തന്നെ ഉണ്ട്, എക്സാമിനർ വിൽ തിങ്ക് ഐ എം സ്റ്റുപ്പിഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മൈൻഡ് റീഡ് ചെയ്തു. എക്സാമിന്റെ എന്നെ കുറിച്ച് വിചാരിക്കും എന്ത്, ഞാൻ മണ്ടനാണോ അല്ലെങ്കിൽ സ്റ്റുപ്പിഡാണോ വിചാരിക്കും. ഓക്കെ, പിന്നെ ഓൾ നത്തിങ്. ഞാൻ ഫസ്റ്റ് ട്രൈയില് ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്താണ്, ഐ എം എ ടോട്ടൽ ഫെയിലിയർ. അവിടെ വേറെ ഒരു ഇതുമില്ല. ഫസ്റ്റ് ഇതില്ലെങ്കിൽ പിന്നെ ഐ എം എ ടോട്ടൽ ഫെയിലിയർ. അപ്പോ ഐ ഹോപ്പ് യു ഗോട്ട് കുറച്ചൊരു ജസ്റ്റ് ഓഫ് ഇറ്റ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ ഐ നോ ദാറ്റ് ഇറ്റ്സ് കുറച്ചൊരു ടേക്സ് ടൈം ലൈക്ക് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഫുള്ളി ഗ്രാസ് ദ മീനിങ് ഓഫ് എവറി കോൺസെപ്റ്റ് ദാറ്റ് വി ലൈക്ക് ഡിസ്കസ്ഡ് നൗ. പക്ഷെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ ഈ CBT വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്തിനൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? ഓട്ടോമാറ്റിക് തോട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, കോർ ബിലീഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ CBTയിൽ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ബിലീഫ്സിനെ, നമ്മുടെ കോർ ബിലീഫ്സിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും. യൂസിങ് വാട്ട്? സോർട്ടിക് ഡയലോഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു മാൽ അഡാപ്റ്റീവ് തിങ്കിങ് പാറ്റേൺസിനെ കുറച്ചും കൂടെ ഹെൽത്തി രീതിയിലോട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. സോക്രാറ്റിക് ക്വസ്റ്റനിങ്. അപ്പം ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ നമ്മൾ കോഗ്നിറ്റീവ് പാർട്ട് കുറച്ചൊന്ന് മനസ്സിലാക്കി. ഇനി ബിഹേവിയറൽ രീതിയിൽ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവിയറൽ ആക്ടിവേഷൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഷെഡ്യൂളൊക്കെ ഒന്ന് ശരിയാക്കും, അങ്ങനെയാണ് കുറച്ചും കൂടി ആക്റ്റീവ് രീതിയിൽ മാറ്റാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റിലാക്സേഷൻ എക്സസൈസ്, APMR, ബ്രീതിങ് എക്സസൈസ്, അതെല്ലാം ഇതിനോടൊപ്പം തന്നെ, അതായത് CBTയിലെ കോഗ്നിഷൻസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ റിലാക്സ് എക്സസൈസും പിന്നെ മൈൻഡ്ഫുൾ രീതിയിലുള്ള ബോഡി സ്കാൻ, ഗ്രൗണ്ടിങ് എക്സസൈസ്, അതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കും. പിന്നെ ഉള്ളതാണ് ഗ്രേഡഡ് എക്സ്പോഷർ. ഇപ്പോ എനിക്ക് നമ്മൾ ഓരോ ഓരോ ഇതിനെ നമ്മൾ ബേബി സ്റ്റെപ്സ് ആക്കി മാറ്റും. അതായത് ഇപ്പോ എനിക്ക് ഞാനൊരു പെർഫോമൻസ് ആങ്സൈറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് അത് നമ്മളൊരു 1 to 10 ലെവലിൽ അതിനെ ഡിവൈഡ് ചെയ്യും. അതായത് ഏറ്റവും കുറവ് ആങ്സൈറ്റി ഉള്ള ഒരു ഇവന്റും ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉള്ള ഇവന്റും നമ്മൾ മനസ്സിലാക്കും. അത് നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കും. എന്നിട്ട് വി ഗ്രാജുവലി എക്സ്പോസ് ദം. അതായത് ആദ്യത്തേത് ചിലപ്പോ ഒരു കടയിൽ പോയിട്ട് എല്ലാവരും ഫ്രണ്ടിൽ വെച്ച് ചേഞ്ചോ അല്ലെങ്കിൽ ബാലൻസോ കൊടുക്കുന്നതാണെങ്കിൽ വിൽ മേക്ക് ദ പേഴ്സൺ ഡു ഇറ്റ്. ഓക്കെ, ആ ഒരു പതുക്കെ പതുക്കെ എക്സ്പോസ് ചെയ്യുക ആ ഒരു സിറ്റുവേഷനിലോട്ട്. എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യാനായിട്ട് വീണ്ടും റിലാക്സേഷൻ എക്സസൈസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എക്സസൈസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആങ്സൈറ്റി കുറക്കും. അങ്ങനെ പതുക്കെ പതുക്കെ എക്സ്പോസ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ സംഭവിക്കും. അതായത് നമ്മൾ ആ ഒരു സ്ട്രെസ്സിന്റെ ഉള്ളിൽ നിന്ന് ഡീസെൻസിറ്റൈസ് ആവും. സോ വി വോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ്സ് മച്ച് ഓഫ് എ പ്രോബ്ലം എന്ന് നമുക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് how we can manage anxiety അല്ലെങ്കിൽ performance anxiety using cognitive behavior therapy. So if you have any doubt, please feel free to ask. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
behavioral activation ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? സോ ബിഹേവിയറൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ബിഹേവിയറൽ ആക്ടിവേഷൻ അല്ലേ? ഓക്കെ, സ്ലൈഡ്. ഓക്കെ, ബിഹേവിയറൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആൻസൈറ്റി ഉള്ള ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങളിലോട്ട് ഏർപ്പെടുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മളെ എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ ആളെ ആക്റ്റീവ് ആക്കാം, അതായത് നടക്കാൻ പോവുക, എല്ലാം ചെയ്യുക, ആ ഒരു ഷെഡ്യൂള്, ഡയറ്റ്, അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ പിന്നെയും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ ആൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ബിഹേവിയറൽ ആക്ടിവേഷൻ നടത്തിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോഗ്നിഷൻസ് എല്ലാം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay. Hope everything that we've discussed ഇപ്പോൾ it's clear. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ഡൗട്ട് ഒന്നും വരാത്തതുകൊണ്ട് ഐ ഹോപ്പ് ദറ്റ് എവറിഥിങ് ഇസ് ക്ലിയർ. So if you want to get more updates on what we are like doing, അല്ലെങ്കിൽ whatever that we are planning, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ, please feel free to like follow us. ഇൻസ്റ്റഗ്രാമിന്റെ QR കോഡാണ് കൊടുത്തിരിക്കുന്നത്. So thank you for being here with me. Thank you for taking part in this webinar. I hope everything that we've discussed today was clear to you.